അജയ് ദേവ്ഗൺ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്നെങ്കിൽ സീക്വലുകളോ റീമേക്കുകളോ ആയിരിക്കും. ഈ റീമേക്ക് ചെയ്ത പടത്തിന്റെ സീക്വലുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലുള്ള ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഒറിജിനൽ ഉണ്ടാക്കിയവർ ഒരൊറ്റ സിനിമ ഉണ്ടാക്കി നിർത്തിയത് വരെ പുള്ളിക്കാരൻ 2ഉം 3ഉം ഭാഗങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ അടുത്ത് വന്ന അതിനുള്ള ഒന്നാന്തര ഉദാഹരണമാണ് മര്യാദ രാമണ്ണയുടെ റീമേക്ക് ആയിട്ടുള്ള സൺ ഓഫ് സർദാറിന് 2ാം ഭാഗം ഉണ്ടാക്കിയത്. സ്വന്തം നിലക്ക് സീക്വലുകൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ദൃശ്യത്തിനും ഹിന്ദിയിൽ അവരുടേതായ ഒരു 3ാം ഭാഗം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ട് പേടിച്ചിട്ടാണ് ജിത്തു ജോസഫ് ദൃശ്യം 3 പെട്ടെന്ന് ഇറക്കിയത് എന്നൊരു കരക്കമ്പിയുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നത്, ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അതിന് കുറെ പാർട്ടുകൾ ഇറക്കി നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്ന പരിപാടി ഇപ്പോൾ ഒരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ട്. 2007 ആദ്യത്തെ ധമാൽ സിനിമ വരുന്നത്. സ്റ്റാൻലി ക്രേമറിന്റെ ഇറ്റ്സ് എ മാഡ് 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 വേൾഡ് എന്ന പടത്തിന്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു ആ സിനിമ. പുള്ളി ആ ഒരു പടത്തിൽ നിർത്തിയപ്പോൾ ഇന്ദ്രകുമാർ അത് വെച്ച് ഒരു ഫ്രാഞ്ചൈസ് ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങി. 2019 ആയപ്പോൾ ഫ്രാഞ്ചൈസിനെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് അജയ് ദേവ്ഗൺ അതിലേക്ക് കയറി വന്നു. അങ്ങനെ ധമാലിന്റെ ഈ കഴിഞ്ഞ 2 ഭാഗങ്ങളും ഇനി അവർ അനൗൺസ് ചെയ്തിട്ടുള്ള 5ാം ഭാഗത്തിന്റെ കാര്യവും കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പാണ്: നല്ലൊരു ഫ്രാഞ്ചൈസിനെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ഇതിന്റെ അവകാശങ്ങൾ കൈവശമുള്ളവർ മാറ്റിയിട്ടുണ്ട്. ഗുഡ്വിനും ജോണിക്കും പുതിയ ഒരു നിധിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള വഴി അറിയുന്നത് പൃഥ്വി എന്ന് പറയുന്ന ഒരാൾക്കാണ്. അതറിയാൻ വേണ്ടി പൃഥ്വിക്ക് വേണ്ടി അന്വേഷണം നടത്തുമ്പോൾ അവർ രണ്ടുപേരും ഒരു അപകടത്തിൽപ്പെടുന്നു. ആ സമയത്താണ് ലല്ലനും ആദിയും മാനവും ഇവരെ സഹായിക്കാൻ വരുന്നത്. അങ്ങനെ അവരും ഈ നിധിയെക്കുറിച്ച് അറിയുന്നു. 3 ഗ്യാങ് ആയിട്ട് ആ നിധിയിലേക്ക് ആദ്യം എത്താൻ അവർ ശ്രമിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. കാർട്ടൂണൊക്കെ കാണിക്കുന്ന പോഗോ ചാനലൊക്കെയാണ് ഈ സിനിമയുടെ ചാനൽ പാർട്ട്നേഴ്സ് ആയിട്ട് തുടക്കത്തിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. ആനിമയൊക്കെ ആസ്വദിച്ച് കാണുന്ന ഇന്നത്തെ കുട്ടികളെ അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു ഈ പറഞ്ഞൊരു അസോസിയേഷൻ. സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള കോമഡി ആയിരിക്കും. പക്ഷേ ഒറ്റ ലൈൻ സീനിൽ കുറേ ചാണകത്തിൽ വീണ പോലത്തെ കോമഡി എഴുതി ചേർക്കുന്നത് സ്ലാപ്സ്റ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. പൈററ്റ്സ് ഓഫ് ദ കരീബിയന്റെ തട്ടിക്കൂട്ട് വേർഷൻ പോലെയുള്ള ഒരു സീന് കാണിച്ചുകൊണ്ടാണ് ഈ പടം തുടങ്ങുന്നത്. നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ നിധിയെപ്പറ്റി പറയുക എന്ന ഉദ്ദേശമാണ് ആ സീനിനുള്ളത്. പക്ഷേ ആ ഒരു ഒറ്റ സീനിന്റെ നിലവാരത്തിൽ നിന്ന് തന്നെ ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണ കിട്ടും. പുതിയ സിനിമകൾ ഒരു ഫ്രാഞ്ചൈസിൽ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനാണ് ശ്രമിക്കുക. എന്നാൽ ലാസ്റ്റ് വന്ന ടോട്ടൽ ധമാലും ഇപ്പോൾ വന്നിട്ടുള്ള ധമാൽ 4ഉം കാണുമ്പോൾ ഇവർ ഒരേ കാര്യം തന്നെ കുറച്ചുകൂടെ മോശം രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്നാണ് നോക്കുന്നത് എന്ന് തോന്നിപ്പോവും. വീഡിയോ റിവ്യൂ ഫോർമാറ്റിൽ ഞാൻ ആദ്യകാലത്ത് കണ്ടിട്ടുള്ള റിവ്യൂകളിൽ എനിക്ക് ഇന്നും ഓർമ്മയുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത് 2007 ആദ്യത്തെ ധമാൽ സിനിമയെക്കുറിച്ച് രാജീവ് മസന്ത് പറഞ്ഞ വാക്കുകളായിരുന്നു. പുള്ളി അന്ന് ഈ സിനിമയെ വിശേഷിപ്പിച്ചത് സ്ക്വീക്കി ക്ലീൻ കോമഡി എന്നാണ്. എന്നാൽ ആ ഒരു ക്ലീൻ കോമഡി എന്ന ടാഗ് ലൈൻ ഈ ഫ്രാഞ്ചൈസ് ഇന്ന് അർഹിക്കുന്നില്ല. ലല്ലൻ എന്ന കഥാപാത്രത്തിന്റെ സാമാന്യം തടിയുള്ള ഭാര്യ കഥാപാത്രമാണ് ഈ സിനിമയ്ക്ക് കോമഡിക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സ്. പുള്ളിക്കാരി ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു വിക്കലുള്ള മനുഷ്യനെ വെച്ച് തമാശ പറയുന്നുണ്ട്. ആദിവാസി സമൂഹത്തിനെ തന്നെ കോമഡി പീസ് ആക്കുന്ന ഒരു ബാംബു ബോയ്സ് ലെവൽ സാധനവും ഇതിൽ കയറി വരുന്നുണ്ട്. ഒരു സീക്വൻസ് ഡെവലപ്പ് ചെയ്യാൻ ക്രിയേറ്റീവായിട്ട് ഒന്നും തന്നെ തലയിലില്ല എന്ന കാര്യം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവും. ആദ്യത്തെ ധമാലിലുള്ള ഒരു രസകരമായ സീക്വൻസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ധൈര്യമുള്ളവർ മുന്നോട്ട് വരാൻ പറയുമ്പോൾ എല്ലാവരും ഒരടി ബാക്കിലോട്ട് പോകുമ്പോൾ ഒരേ സ്ഥലത്ത് നിന്ന മാനവ് മുന്നിലേക്ക് നിന്ന പോലെയാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കുന്ന ഒരു വിഷ്വൽ കോമഡി ആയിരുന്നു അത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ 4ാം ഭാഗത്തിലും ആ ഒരു സീൻ അവർ നിലനിർത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഭാര്യയുടെ തടി, ഭാര്യയുടെ മേക്കപ്പ് മുതലായ കോമഡികളാണ് ഇവർക്ക് ഉപയോഗിക്കാനുള്ളത്. ഇതിൽ ആദിയുടെയും മാനവിന്റെയും ഇൻട്രൊഡക്ഷൻ സീനിൽ ഒരു പുള്ളി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റ് പീസ് ഉണ്ട്. അങ്ങേയറ്റം ദുരന്തമായ ആ കോമഡി സീനൊക്കെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ എങ്ങനെയായിരിക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഈ പടത്തിലെ ചില ഷോട്ടുകൾ പൂർണ്ണമായിട്ടും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുവിധം എല്ലാ ഷോട്ടുകളിലും എന്തെങ്കിലും സാധനം ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് കയറ്റിയിട്ടുണ്ട്. അജയ് ദേവ്ഗൺ സ്വന്തമായിട്ട് NY VFX വാല എന്ന വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം സഹനിർമ്മാതാവായിട്ടുള്ള ഈ സിനിമയിൽ അവർ തന്നെയാണ് വിഷ്വൽ എഫക്ട്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരത്തിലുള്ള കമ്പനികൾ ഇന്റേണുകളെ ഹയർ ചെയ്യുന്നവരാണ്. ഈ കമ്പനി ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പടത്തിലെ പണി മൊത്തം ഇന്റേണുകൾക്ക് കൊടുത്തിട്ട് അവരെന്ത് തന്നാലും അത് അതുപോലെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചതുപോലെ ഉണ്ടായിരുന്നു. കളറിങ്ങും ടെക്സ്ചറിങ്ങും ഷാഡോകളും ഒക്കെ അങ്ങേയറ്റ അബദ്ധമായിട്ടുള്ളൊരു വർക്കാണ് ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പടത്തിന്റെ ടോൺ സ്ലാപ്സ്റ്റിക് ആണ് എന്നത് നിലവാരമില്ലാത്ത CGI നാട്ടുകാർക്ക് വിളമ്പാനുള്ള എക്സ്ക്യൂസ് അല്ല. ഹാങ് ഓവർ പോലെ ഒരു സിനിമയിലൊക്കെയുള്ള ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ അത് റിയലായി തോന്നുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഹ്യൂമർ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പടത്തിലെ ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ മൃഗശാലയിൽ പോയിട്ട് ശരിയായ ടൈഗറിനെ നോക്കിയിട്ട് ചിരിക്കാൻ നമുക്ക് തോന്നിപ്പോവും. VFXന്റെ കാര്യം പറയുമ്പോൾ പടത്തിന്റെ തുടക്കത്തിൽ ഒരു മൊത്തം സീക്വൻസ് വെറും AI ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിനേതാക്കളുടെ ഡേറ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു കഥ എഴുതിയിട്ടുള്ളത്. ആകെ 2 സീക്വൻസുകളിൽ മാത്രമേ ഇവരെല്ലാവരും പരസ്പരം കാണുന്നുള്ളൂ. അല്ലാതെ വരുന്ന സബ്പ്ലോട്ടുകളെല്ലാം
ചുമ്മാ കുറെ കോമഡി തിരികെ കയറ്റിക്കൊണ്ട് ഓരോ സെറ്റ് കഥാപാത്രങ്ങളെയും ഇങ്ങനെ കാണിക്കുന്ന പരിപാടിയാണ്. ഇതിലെ ഒരു ട്രാക്കിലും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമായിട്ട് സഹായിക്കുന്ന ഒന്നും തന്നെയില്ല. പടം ലേശം സൈലന്റ് ആയി, എന്നാൽ നമുക്കൊരു പാമ്പിനെയോ മുതലയെയോ നീരാളിയെയോ കടുവയോ ഒക്കെ കയറ്റി ഒന്ന് ബഹളമാക്കാം എന്ന് പറയുന്ന പോലെയാണ് സിറ്റുവേഷനുകൾ ഉണ്ടാക്കുന്നത്. നടുക്കടലിൽ പെരുമഴയത്ത് വെള്ളത്ത് കിടക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത് ആ ഫോണ് ബോട്ടിലുള്ള പിള്ളേർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് ചില കോമഡി സീനുകളൊക്കെ ഈ പടത്തിന്റെ അകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള 2 ഷാർക്കിന്റെ മുകളിൽ നിന്നുകൊണ്ട് അജയ് ദേവ്ഗൺ അയാളുടെ ഐക്കോണിക് ആയിട്ടുള്ള സ്പ്ലിറ്റ് ചെയ്യുന്ന സീനും ഇതിൽ വരുന്നുണ്ട്. ഈ സീനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സഞ്ജയ് മിശ്ര ഇതൊക്കെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചപ്പോൾ എങ്ങനെ കേട്ടിരുന്നു എന്തോ. മ്യൂസിക് ആൽബം കുറച്ച് വാല്യൂ ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് സഹനിർമ്മാതാക്കളായിട്ടുള്ള ടി സീരീസ് ഓഡിയോ പാട്ടുകളെല്ലാം എടുത്ത് ഇതിന്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഗുലാബി സാരിയൊക്കെ അങ്ങനെ അപമാനിക്കപ്പെട്ട പാട്ടുകളാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സ്ലാപ്സ്റ്റിക് കോമഡി പടമായിട്ട് കൂടി ഇതിന്റെ അകത്തും ഒരു ജയ് ശ്രീറാം കയറ്റി വെച്ചിട്ടുണ്ട്. പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ഫ്രാഞ്ചൈസിലെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ക്യാപ്റ്റൻ ജാക്ക് സ്പാരോവിന്റെ ഒരു എൻട്രി സീൻ തട്ടിക്കൂട്ട് വിഷ്വൽ എഫക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രകുമാർ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തന്റെ സ്ഥിരം സെറ്റ് എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് അജയ് ദേവ്ഗൺ അഭിനയിക്കുന്നത് കണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ പുള്ളി കഷ്ടപ്പെട്ട് കോമഡി ചെയ്യാൻ നോക്കുന്നത് കാണുന്ന നമ്മൾക്ക് വലിയ കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. താൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ലല്ലൻ എന്ന കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിക്കുന്നതിന് പകരം ആ കഥാപാത്രത്തിന്റെ മിമിക്രി കാണിക്കാനാണ് ഹൃദേശ് ദേശ്മുഖ് ശ്രമിക്കുന്നത്. ആദി, മാനവ് എന്നീ കഥാപാത്രങ്ങളെ കൂടുതൽ മണ്ടന്മാരാക്കാൻ തിരക്കഥ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ പെർഫോം ചെയ്യാൻ അർഷദ് വാസിക്കും ജാവേദ് ജാഫ്രിക്കും സാധിക്കുന്നുണ്ട്. പാവങ്ങളുടെ ജാക്ക് സ്പാരോ ആയിട്ട് രവി കിഷൻ ഈ പടത്തിൽ വരുന്നുണ്ട്. തുടക്കത്തിലെ ഒരു സീനിലെ ചായ ബിസ്ക്കറ്റ് ഡയലോഗിലൂടെ ഈ പടത്തിൽ എന്നെ കുറച്ചെങ്കിലും ചിരിപ്പിച്ച ഒരേ ഒരു പെർഫോമൻസ് സഞ്ജയ് മിശ്രയുടേതായിരുന്നു. ആനിമലിന് ശേഷം ഉപേന്ദ്ര ലിമായെ ഏറെക്കുറെ എല്ലാ സിനിമകളിലും എന്തെങ്കിലും വേഷത്തിൽ കയറി വരുന്നുണ്ട്. സോണി ലീവിലുള്ള രാജ് ജവാൻ ഹെ എന്ന സീരീസിന്റെ 1-2 എപ്പിസോഡ് കണ്ടുകൊണ്ട് ഈ പടത്തിൽ ഞാൻ കണ്ടുപോയ അഞ്ജലി ആനന്ദിനെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അലറാനും അടി കിട്ടാനും വേണ്ടി മാത്രമുള്ള ഒരു കഥാപാത്രത്തെയാണ് സഞ്ജീത ഷെയ്ഖ് ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വെൻ മീഡിയോക്രിറ്റി ഈസ് സെറ്റ് ആസ് സ്റ്റാൻഡേർഡ് റബ്ബിഷ് ബിക്കംസ് ആക്സെപ്റ്റബിൾ എന്നൊരു പറച്ചിലുണ്ട്. അതായത് തരക്കേടില്ലാത്ത ലെവലിൽ മാത്രമുള്ള സാധനങ്ങളെ മഹത്തരമായിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത സൃഷ്ടികളും തരക്കേടില്ലാത്തത് എന്ന ലേബലിൽ വിൽക്കപ്പെടും. അടുത്ത കാലത്തായിട്ട് ബോളിവുഡിൽ നിന്ന് ഹിറ്റടിക്കുന്ന സിനിമകളായിട്ടുള്ള ഭൂത് ബംഗ്ലായും വെൽക്കം ടു ദ ജംഗിളും ഒക്കെ കാണുമ്പോൾ ഈ ഒരു പറച്ചിൽ ശരിയാണെന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുതുമയുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് നിർമ്മാതാക്കളുടെ പിന്തുണ കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. ഒരാളെ പട്ടിണി കിട്ടുകഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഭക്ഷണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം വയറിന് ദഹിപ്പിക്കാൻ പറ്റുന്നത് എന്തും കഴിക്കുമെന്ന അവസ്ഥയിൽ അവരെത്തും. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഹിന്ദി സിനിമ ഓഡിയൻസിന് കാര്യമായി നല്ലതൊന്നും കിട്ടാതെ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്രിയാത്മക പട്ടിണി അവരെ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ അവസ്ഥയ്ക്ക് സമാനമായ ഒരു സ്പേസിൽ എത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്